ഐ.വി. ഉദ്യോഗസ്ഥ മേഘയുടെ കുടുംബത്തെ കാണാൻ ഇപ്പോൾ സുരേഷ് ഗോപി പത്തനംതിട്ടയിലെ മേഘയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. മകളുടെ അക്കൗണ്ടിൽ നിന്നും മുഴുവൻ ശമ്പളവും സുകാന്ത് എന്ന സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു. അയാളിപ്പോൾ ഒളിവിലുമാണ്. അന്വേഷണം സുകാന്തിനെ കേന്ദ്രീകരിച്ച് വേണമെന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, സുരേഷ് ഗോപി ഈ വീട്ടിലേക്ക് എപ്പോഴാണ് എത്തിയത്? എന്താണിപ്പോൾ അദ്ദേഹം അവരോട് പറയുന്നത്? സ്മൃതി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പാണ് മേഘയുടെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ മേഘയുടെ പിതാവ് മധുസൂദനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുകയാണ്. അല്പസമയം മുമ്പ് പിതാവ് മധുസൂദനൻ ഒരു നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ സുകാന്ത് എന്ന് പറയുന്ന സഹപ്രവർത്തകൻ മേഘയോട് വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. അതായത് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. തുടർന്ന് സുകാന്ത് ആ വാഗ്ദാനം പാലിച്ചില്ല, ചതിച്ചു എന്നാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സുകാന്തിനെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്ന ഒരു നിലപാടിലേക്ക് കുടുംബം പോകുന്നു. പോലീസിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സുകാന്തിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തങ്ങൾ ബന്ധപ്പെടുമ്പോൾ ആ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നതെന്നാണ് പിതാവ് മധുസൂദനൻ പറയുന്നത്. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മധുസൂദനുമായും ഒപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങളുമായും കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. എന്താണ് സംശയങ്ങൾ, അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചറിയും. ഏതായാലും തങ്ങളുടെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ, മകളുടെ മരണത്തിൽ ആ ഒരു സംഭവത്തിൽ നീതി ലഭിക്കണം എന്ന് തന്നെയാണ് പിതാവ് മധുസൂദൻ്റെയും ഒപ്പം അമ്മ നിഷയുടെയും ആവശ്യം. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നേരിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കും എന്നാണ് ഇപ്പോൾ മേഘയുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ പറയുന്നത്. പേട്ട പോലീസാണ് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ പിതാവ് മധുസൂദനൻ പറഞ്ഞത് IB ഉദ്യോഗസ്ഥർ ഈ സുകാന്തിനെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, അതിനുശേഷം വിട്ടയച്ചു എന്നാണ് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ ഈ സുകാന്ത് നിരീക്ഷണത്തിലാണ് എന്നും പിതാവ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ മേഘയുടെ പിതാവ് മധുസൂദനൻ പറയുന്നത്. കാരണം ഈ സുകാന്തിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. സുകാന്തിനെക്കുറിച്ച് ഒരു ഘട്ടത്തിലും മകൾ നേരിട്ട് തങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നീട് ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്തതിൻ്റെ രേഖകൾ തങ്ങൾക്ക് കിട്ടുകയും അങ്ങനെയാണ് ഇരുവരും തമ്മിൽ സുഹൃത്ത് ബന്ധം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നീട് മകളോട് തന്നെ ഈ സുകാന്തിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ മകൾ പറഞ്ഞത് തങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അദ്ദേഹം സുകാന്ത് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന രീതിയിൽ മകൾ തന്നെ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. അപ്പോൾ മാതാപിതാക്കൾ അന്ന് പറഞ്ഞത് അവരുടെ വീട്ടുകാർ, അതായത് സുകാന്തിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് ആലോചിച്ച് വരട്ടെ, നമുക്ക് അത് പിന്നീട് ആലോചിക്കാം എന്നൊരു മറുപടിയാണ് അന്ന് മകൾക്ക് കൊടുത്തിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും പിതാവ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു വിവരം എന്നുള്ളത് മേഘയുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങൾ ശേഖരിച്ചിരുന്നു. അതാണ് ഞെട്ടിക്കുന്ന വിവരം. ശമ്പളമടക്കം അക്കൗണ്ടിലെ മുഴുവൻ പൈസയും 3 ലക്ഷത്തോളം രൂപ ഇതിനകം സുകാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മേഘ കൈമാറിയിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലും ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ എന്നുകൂടി ആ കുടുംബം സംശയിക്കുന്നുണ്ട്.